കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതപ്പോൾ ഒപ്പിടാൻ പോവാണ്. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാൻ പോവാണ്. പറഞ്ഞാൽ ബേബി കുളിച്ച് സുന്ദരനായല്ലോ. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് കോമ്പ് ചെയ്യൂട്ടോ. ഞങ്ങൾ പൊരിക്കും കണ്ണൊന്ന് എഴുതി കേട്ടോ. ഹലോ, ഇന്ന് ലക്കി ബേബിനെയും കൊണ്ടിട്ട് ആദ്യമായിട്ട് ഞങ്ങൾ പുറത്തേക്ക് പോകാൻ നിൽക്കുക. വേറെ എങ്ങോട്ടുമില്ല കേട്ടോ, ഹോസ്പിറ്റലിലേക്കാണ്. ഇന്ന് ജനിച്ച് 6 വീക്സ് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് വാക്സിൻ എടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അതേ ബേബി നല്ല ഉറക്കമായതുകൊണ്ട് ഞാൻ പാലൊക്കെ മിൽക്ക് എക്സ്പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ടത് ബോട്ടിലാക്കി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുക. കാരണം അപ്പോൾ കുടിക്കുന്നില്ല, ഭയങ്കര ഉറക്കം. എന്തായാലും കുത്തി കഴിഞ്ഞാൽ അപ്പം പാല് കൊടുക്കേണ്ടി വരും, ഭയങ്കര കരച്ചിലാവുമല്ലോ. സോ ഞാൻ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇറങ്ങാം. എന്താ വെച്ചാൽ നമ്മളെ വണ്ടി ആയിട്ടാട്ടോ പോകണം. കാരണം ഓട്ടോ വിളിച്ചിട്ട് കിട്ടില്ല. പിന്നെ എനിക്ക് തോന്നി ഓട്ടോ ആയിട്ടും കുണ്ടും കുലുക്കുകയാണ്. കാറാകുമ്പോൾ ഞാൻ പതുക്കെ ഓടിച്ച് പോവാമല്ലോ. അമ്മയ്ക്ക് പേടി, ഇപ്പോൾ ഡെലിവറി ചെയ്യേണ്ട എടുക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ കുഴപ്പമില്ല, ധൈര്യമുണ്ട്. നമ്മൾ കോൺഫിഡൻസ് ആണെങ്കിൽ നമുക്ക് ചെയ്യാമല്ലോ അല്ലേ. ഞാൻ പതുക്കെ കേട്ടോ, അഹങ്കാരമല്ല. ഇപ്പോഴത്തെ സിറ്റുവേഷനാണ്. പെട്ടെന്ന് ഇപ്പോൾ ഒരു വണ്ടിയൊന്നും കിട്ടിയില്ലെങ്കിൽ എന്താ ചെയ്യുക. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ അടുത്താണ്, അപ്പോൾ വേഗം പോയി വരാമെന്ന് കരുതി. ഇപ്പോൾ എന്താ ഹോസ്പിറ്റലിൽ എത്തിയിട്ടൊക്കെ സത്യം ഒരു മടിയിലൊക്കെ എന്തോ സങ്കടം. അപ്പോൾ അവർ അമ്മേനെ ഇരുത്തണം, കുട്ടീൻ്റെ അമ്മേനെ ഇരുത്തണം കുട്ടീനെ മടിയിലായിരുന്നു. പിന്നെ ആദ്യം അതെങ്ങനെ ഓറലായിട്ട് എന്തോ വായിലൊരു മരുന്നാണ് കൊടുത്തത്. അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇഞ്ചക്ഷൻ. വാവ കുറേ തുപ്പിക്കളഞ്ഞ്. അതുകൊണ്ടാണ് ടിഷ്യൂ ഉണ്ടേച്ചേ. അതിപ്പോ പാല് കുടിച്ചിട്ടേ പ്രത്യേക ഒരു ടേസ്റ്റ്. ഭഗവാനെ ഇങ്ങനെ കുത്താൻ പോകട്ടെ. സത്യമാണ് പേടി. അമ്പക്ക് എന്തോ സങ്കടം. കുഞ്ഞല്ല, തീരെ തടിയില്ല. എല്ലാ മക്കളും അതെ. ഞാൻ അവരോട് പറയുന്നത് പതുക്കെ കുത്തണേ, വേദനിക്കല്ലേ എന്ന് അവർക്ക് എന്തോ പോലെ തോന്നി. ഓരോ കുട്ടികളും നമ്മളെ കുട്ടികളെ പോലെ തന്നെയാണ്. കുട്ടികൾക്കൊന്നും വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ കഴിഞ്ഞടാ ഒന്നും ഈ കൈക്ക് കുത്തുന്നതിന് കുഴപ്പമൊന്നുമില്ല. നമ്മളെ വലത്തെ കാലും ഇടത്തെ കാലും കുത്തുന്നതിനെ വേദനയുണ്ടാവും. ഇനി അത് കാല് വീഴണം അല്ലേ ചേച്ചി? കാല് ഒഴിയില്ലല്ലോ, ഒന്നും ചെയ്യണ്ട. 2 ദിവസം കുളിപ്പിക്കണ്ട അല്ലേ? കയ്യില് കുത്തിയത് പിന്നെ കുറച്ചേരം കരഞ്ഞിട്ടുണ്ട്. തോളിലിട്ട് തട്ടിയപ്പോ തന്നെ ആളെ ഓക്കെ ആയി. പിന്നെ കാലിൽ അവർ പറയുന്നല്ലോ 2 കാലിനെയാണ് കുറച്ച് വേദന ഉണ്ടാവുന്നത്. അപ്പൊ തന്നെ എനിക്ക് കാലൊക്കെ കഴിക്കാൻ തുടങ്ങി. എന്താ അറിയില്ല, ഭയങ്കര. എന്നിട്ട് അവസാനം അവർക്കും കുത്താൻ കഴിയണില്ല, ശരിക്കും ഒരു ഇത് കിട്ടില്ല. എന്നിട്ട് പിന്നെ എൻ്റെ കാലിങ്ങനെ വിറയ്ക്കുക. ഇതിൽ കാണാനില്ല, പക്ഷെ എനിക്കറിയാൻ പറ്റും. ഭയങ്കരമായിട്ട് എന്തോ പോലെ ഇങ്ങനെ ഷിവർ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ പിന്നെ ബാവേനെ അമ്മേൻ്റെ മടിയിലേക്ക് വെച്ചിട്ടോ. എന്നിട്ട് അമ്മേൻ്റെ മടിയിൽ നിന്നാണ് കാലിനെടുത്തത്. അത് ഭയങ്കര കരച്ചിലായിരുന്നു ബാവ. ലക്കി ബേബി, ലക്കി ബേബി. അയ്യോ, അങ്ങനെ ആ ഇഞ്ചക്ഷൻ കുത്തിവെപ്പൊക്കെ കഴിഞ്ഞു. ഇതൊക്കെ വാവ കരയുന്നു. കുറച്ച് പാലൊക്കെ കുടിച്ച് ആളിപ്പോ ഇങ്ങനെ ഉറങ്ങിയ. ഡ്രസ്സൊന്നും ഇട്ടില്ല കേട്ടോ, തൊടാൻ പേടിയായിരിക്കും. നല്ല കരച്ചിലായിരുന്നു. കുഞ്ഞാവ ഉണരുണ്ട് കേട്ടോ. ഹോസ്പിറ്റലിൽ എത്താറുണ്ട്. അമ്മ ഒരു വെളിച്ചം തന്നു. അത് വേഗം കഴിക്കട്ടെ, കാരണം എൻ്റെ എനർജി ഉണ്ടാക്കിയെടുക്കണം. കുഞ്ഞാവ് വേദനിച്ച് കരയുമ്പോൾ ലക്കി ബേബി എണീറ്റല്ലോ. ഓ, ലക്കി ബേബിക്ക് മരുന്ന് എത്തിയ ഉടനെ കൊടുക്കാൻ പറഞ്ഞ്. എന്നിട്ട് 6 മണിക്കൂർ ഗ്യാപ്പ് ഇട്ടിട്ടാണ് കൊടുക്കാൻ പറഞ്ഞത് കേട്ടോ. ഓ, അമ്മയുടെ മോനാണ്. എന്താ മരുന്നൊക്കെ കുടിക്കോ? അമ്മ ലക്കി ഗുഡ് ബോയ് ആണ് പറഞ്ഞാല്. നല്ല മരുന്നാണോ? നല്ല മരുന്നാണല്ലോ. ഓ, അമ്മ ബേബി എമ്പടേ. ഓ ഇനി വാവച്ച് ഇത് എക്സ്പ്രസ് ചെയ്തെടുത്ത മിൽക്കാണ് കേട്ടോ, വേറെ ഒന്നുമില്ല. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ട് വാവ കുച്ചിയാ. ഇനി ഇപ്പോഴാണ് അമ്മ കുറ്റി കുടിക്കാൻ പോന്നിട്ട്. ഇത് മുമ്മ കുടിക്കണം, എന്നാലേ ഗുഡ് ബോയ് ആവുള്ളൂ. അമ്മ വാവ വെയ്യ കുട്ടിയാ വേണ്ടേ? അമ്മ മോനല്ലേ? നോ, അങ്ങനെയാണോ സക്കിയ? എങ്ങനെ സക്കിയ?
നോക്കട്ടെ. നോ. ഇടയ്ക്ക് സക്ക് ചെയ്യുന്ന വിട്ടു. ഇങ്ങനെയല്ല. എങ്ങനെ വലിക്ക? ഒരു നല്ല ഫുള്ളാണ് ഇപ്പോഴും ഉള്ളിൽ കയറിയിട്ട് ടൈറ്റിലോ വലിക്കും. അപ്പോഴാ പാല് മുഴുവൻ കിട്ടെല്ലാം പുറത്തേക്ക് പോകും. അമ്മ ബേബി എങ്ങനെ വലിക്കും? അവൾക്ക് കാണിച്ചു കൊടുത്തേ. അമ്മ മോൻ കാണിച്ചു കൊടുത്തേ. നോ, ഇത് ശരിയല്ലല്ലോ. ഇതെങ്ങനെ വലിച്ചാ മണ്ണ് പോയോ? ഓ അമ്മയുടെ മോൻ കിട്ടൂട്ട. അത് കിട്ടും കുഞ്ഞിക്കണ്ണാ. ഓ വായിച്ചു കൊടുക്ക. കണ്ടാ കിട്ടി. ഞങ്ങളിങ്ങനെ മോട്ടിവേറ്റ് ഒക്കെ ചെയ്ത് ഇങ്ങനെ കഴിയുമ്പോഴാ കുഞ്ഞാവയ്ക്ക് കിട്ടുക. കണ്ടോ? അപ്പൊ അവർക്ക് പാൽ കുറേ കിട്ടുന്നുണ്ട്. അവന്റെ മോനാണിത്. ഇനി പപ്പനെ വിളിച്ചാട്ടെട്ടാ. പപ്പ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങളെ ഏട്ടനെ വിളിക്കട്ടെ. ഓക്കേ, ഞങ്ങൾ ഇനി വെച്ചിട്ട് വരാ. ബൈ മഞ്ഞാലി. ബൈ. ഉറങ്ങത്തെ വേദന സ്റ്റാർട്ട് ചെയ്ത് കാലം നടക്കണ്ട. അയ്യോ ഒക്കെണ്ട. അമ്മ ബേബിക്ക് വേദന വന്നിട്ടാ. വാവതേ മടിയിൽ ഇങ്ങനെ കിടക്കാട്ടോ. അപ്പൊ 4 മണി ആവാറായി. അപ്പൊ പാല് കുടിച്ച പിന്നെ കുടിക്കുന്നില്ല. പിന്നെ ആൾ ഇളകുമ്പോഴത്തേനും വേദന. അപ്പൊ ഇങ്ങനെ മടിയിലാകുമ്പോ ഈ കാല് കണ്ടോ അവിടെ ഇങ്ങനെ സപ്പോർട്ട് എടുത്ത് ഇങ്ങനെ എടുത്തിക്കുക. ചിലപ്പോ പില്ലൊക്കെ വെച്ച് കൊടുക്കും ബെഡിൽ കിടക്കണം. ഓ ബേബിക്ക് വേദിച്ചിണ്ടാ. അമ്മ ഉണ്ണിക്ക് വേദിച്ചിണ്ടോ? അതാണ് വേണ്ട. ഇതിനുണ്ടേനി അമ്മ പൊട്ടൊക്കെ തന്നെയാണ് അമ്മ പിടിച്ചെടുക്കും. പാല് കുടിക്കാൻ കഴിയണില്ല വേദനിച്ചിട്ട്. അവനന്ന് ശരിക്കും പാല് കുടിച്ചിട്ടേ ഇല്ല. കാരണം വേദനിച്ചിട്ട് അവന് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് വലിച്ചെടുക്കുമ്പോൾ കാലൊക്കെ ഇളക്കുമല്ലോ. കുട്ടികളങ്ങനെയല്ലേ പാല് കുടിക്കുമ്പോൾ. അപ്പോൾ പറ്റില്ല. അപ്പോൾ ബോട്ടിൽ തന്നെയാണ് ഫുള്ള് കുടിച്ച്. അങ്ങനെ ആകുമ്പോഴേ കുറച്ച് കുടിക്കാം. കാല ഇളക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അനങ്ങാതെ വെക്കും. പോലെ വളരും വലുതാകും. അവന്റെ കർച്ചീഫ് എടുത്ത് ലോടി വാ. കട്ടിന്റെ കാലുമുണ്ട്. കർച്ചീഫ് എടുക്കാൻ ബേബിക്കുള്ള പാമ്പേഴ്സും വൈപ്സും അടച്ചോളൂ. താങ്ക് യു. ഇത് ഗുഡ് ഏട്ടനാട്ടോ. വാവേന്റെ എന്ത് കാര്യം വാവേന്റെ പറഞ്ഞാലും ചെയ്തു തരും. വേറെ ആർക്കും ചെയ്യില്ല. എനിക്കും ചെയ്യൂല. ഞാൻ ഗുഡ് ബോയ് ആണിത്. ടാറ്റ കുട്ടിയാണിത് പറഞ്ഞാല്. ടാറ്റ മോനാണിത്. പാവട്ടോ. കാല് നോക്കിയ രണ്ടോ എല്ലാന്നുണ്ടെങ്കിൽ ഈ സമയം അവൻ കാലൊക്കെ ഇട്ട് അടിച്ച് കളിക്കുക കരയിന്. ഇപ്പൊ അവന് മനസ്സിലായി കാല് ഇളക്കിയാലാണ് പെയിന്ന്. അതുകൊണ്ട് ആള് കനകാതെ വെച്ചത് ഭയങ്കര പെയിനാണ്. മുഖം നല്ല സൂക്ഷ്മയോടെ ചെയ്യുന്ന കുട്ടിയാണ് കേട്ടോ. അമ്മ കിട്ടിട്ട് വേദന പോയാ? ഇളകാതെ എടുക്ക. ഓ ചോദിക്കണ്ട. എല്ലാവരും നല്ല ഉറക്കം. രാത്രി 12:45. ചേടാ ഗുഡ് മോർണിംഗ്. കാലൊക്കെ പതുക്കെ ഇങ്ങനെ ഇളക്കി നോക്കണ്ട് കേട്ടാ. അയ്യോ മുഖം നോക്ക്. എങ്ങനെയുണ്ടോ? അയ്യോ അങ്ങനെ കുറേശ്ശെ ഇളക്കി നോക്കണ്ട ആള്. അമ്മയുടെ കുട്ടിക്ക് വേദന ഉണ്ടോ? പോയിട്ടോ. ഹലോ. അപ്പൊ രാവിലെ 10 മണിയായി. എന്റെ കുഞ്ഞാവിന്റെ പെയിനൊക്കെ പോയിട്ടോ. പെയിന് പോയില്ല. ബാബിന്റെ പീറ്റിനൊക്കെ പോയി. കഴിഞ്ഞാല് പോയോ? അമ്മ കുട്ടിന്റെ വീടിന് പോയോ? കൊച്ചൊക്കെ പോയില്ലേ? അപ്പൊ പനി ഇങ്ങനെ ഉണ്ട് കേട്ടോ. അപ്പൊ ഒന്നും കൂടി മെഡിസിൻ കണ്ടിന്യൂ ചെയ്യാ പറഞ്ഞു. പിന്നെ ഹലോ. അപ്പൊ ഞങ്ങളെ വീഡിയോ അതുകൊണ്ട് കേട്ടോ. ലക്കി ബേബിന്റെ വാക്സിൻ ചെയ്ത വീഡിയോ ആണ് ഞാൻ ഇട്ടത്. ഒന്നുമില്ല, വെറുതെ കേട്ടോ. കാരണം ആരും കണ്ടില്ലെങ്കിൽ ആർക്കെങ്കിലും കാണാമല്ലോ വെച്ചിട്ട് ഞാൻ അങ്ങനെ എടുത്തതാണ്. പിന്നെ കുറെ വീഡിയോ ഒന്നും ചെയ്യാൻ മൂടില്ലേന്. അപ്പൊ ഇപ്പൊ എല്ലാരും എന്താ വീഡിയോ കാണാത്ത? നമ്മളെ റിലേറ്റീവ്സ് ഇട്ടല്ലാത്ത കാര്യമൊന്നുമല്ല.
അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ എനിക്ക് തോന്നി ശരിയാണ് ഇങ്ങനെ ലക്കി ബേബിന്റെ വീഡിയോസ് ഇങ്ങനെ ഇട്ട് തുടങ്ങണം, അവന്റെ ഓരോ വിശേഷങ്ങൾ ഷെയർ ചെയ്തിട്ട്. അല്ലേ വാവെന്തിരി കാണുന്നെ എന്താണ് ക്ഷീണിച്ചു പോയോ? മന്ന് വെച്ച് ക്ഷീണായി. അയ്യോ എന്നാ ശരി. അപ്പൊ ഞങ്ങളെ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ, കമന്റ് ചെയ്യാ.